എൻ്റെ വ്ളോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, എന്നിട്ട് മുഴുവൻ കാണുക. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഓൾഡ് ദോഹ പോർട്ടിലാണ്. ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഫാമിലിയോടൊപ്പം പോകുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഒരു സമയം 2 മണിയൊക്കെ ആയി. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഏർലിയ പോയാലേ ദോഹ പോർട്ടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പോകുന്ന വഴിക്ക് ഇതാ മെട്രോയൊക്കെ പോകുന്നത് കണ്ടു. മെട്രോയിൽ പോകുന്നത് ഞാൻ ഇപ്പം ഒരു കഴിഞ്ഞ വർഷം ഞാൻ മെട്രോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മാൾ ഓഫ് ഖത്താറിലൊക്കെ പോയപ്പോൾ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ മെട്രോ അല്ല വിഷയം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൾഡ് ദോഹ പോർട്ടിലെ ബോട്ടിംഗ് ആണ്. സത്യം പറഞ്ഞാൽ വെറുതെ ദോഹ പോർട്ടിൽ പോയെന്ന് കറങ്ങണമെന്നായിരുന്നു, പക്ഷേ എന്തോ ബോട്ടിംഗ് ആണ് ഇന്ന് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ ബോട്ടിങ്ങിൻ്റെ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ കുറച്ച് കടലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ കടലേക്ക് കഴിച്ചു. പിന്നെ നാഷണൽ ഡേയുടെ അടുത്ത ദിവസമാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നാഷണൽ ഡേ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാണികൾക്കായിട്ട് ചെയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉരുമാറ്റുകയൊക്കെ ചെയ്യുന്നത് കണ്ടു ആ വഴി പോയത് കാരണം. അങ്ങനെ നമ്മൾ ദോഹ പോർട്ടിലെത്തി. ഇവിടെ നല്ല രസമാണ് കേട്ടോ. കണ്ടെയ്നറാണ് ഫുള്ളും. ഇവിടുത്തെ ഓരോ കഫേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ കണ്ടെയ്നറിൻ്റെ പല പല കണ്ടെയ്നേഴ്സിലാണ് അത് ആ റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡാണ് ബോട്ട് റൈഡ് പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ഇട്ടത് ഇവിടെ വന്നതിന് ശേഷം, അല്ല നേരത്തെ പ്ലാൻ ഇട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പോവണ്ട, കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്, കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വിൻ്ററല്ലേ, പോകണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഹസ്ബൻഡ് 150 റിയാൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ്. ഞാൻ സത്യം പറഞ്ഞാൽ ബോട്ട് റൈഡിൽ ഇവിടെ പോയിട്ടില്ല. ജെറ്റ് സ്കി പോയിട്ടുണ്ട്, പക്ഷേ ബോട്ട് റൈഡ് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു വിൻ്റർ ക്ലൈമറ്റിൽ ബോട്ടിങ് പോകാനും. അത് വേറൊരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ എമ്രൂം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ മടിച്ചത്. അപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് ക്ലൈമറ്റൊക്കെ നല്ല അത്ര ഭയങ്കര മോശപ്പെട്ട ക്ലൈമറ്റൊന്നുമല്ല. അതുകൊണ്ട് ബോട്ട് റൈഡൊക്കെ പോകാൻ പറ്റുന്നതായിരുന്നു. പിന്നെ നല്ല കാറ്റുള്ളത് കാരണം കുറച്ചൊന്ന് തണുത്തു, എന്നാലും ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബോട്ടിങ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഖത്തറിലൊക്കെ വരുന്നവർ ഇടയ്ക്കൊന്ന് ഇവിടെയൊക്കെ പോയെന്ന്, ഇടയ്ക്കെന്നല്ല, നിങ്ങൾ വരുന്ന സമയത്ത് ഒരു തവണയെങ്കിലും പോയെന്ന് ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ നടുക്കടലിൽ നിന്ന് നമുക്ക് ഖത്തർ കാണാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമില്ലേ. ദോഹ പോർട്ടൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ ആ ലൈറ്റുള്ള ബിൽഡിങ്ങാണ്. രാത്രിയൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അത് ലൈറ്റ് ഇല്ലാണ്ട് കാണാൻ അത് വേറൊരു ഭംഗിയാണ്. ഒരുപാട് ബോട്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ബോട്ടിങ്ങൊക്കെ പോകുന്നുണ്ട്. ടൂറിസ്റ്റൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. കാരണം ഈ ഒരു വിൻ്റർ ടൈമിലാണ് ടൂറിസ്റ്റൊക്കെ കൂടുതലും ഖത്തറിൽ വരുന്നത്. അതുകൊണ്ട് അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഇവിടെ എത്തുമ്പം നമ്മുടെ ബോട്ട് സ്ലോ ചെയ്യും. നമുക്ക് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം. അടുത്ത് പോയില്ലെങ്കിലും കുറച്ച് അത്യാവശ്യം അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ ചൂസ് ചെയ്തത് ഒരു അരമണിക്കൂർ റൈഡായിരുന്നു. എനിക്ക് അത് തന്നെ തികഞ്ഞില്ല. ഇനിയും കുറച്ച് നേരം കൂടെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ അതിനുള്ള പൈസയാണല്ലോ കൊടുത്തത്. അതുപോലെ തന്നെ ബേബി ഫ്രണ്ട്ലി റൈഡായിരുന്നു. അപ്പോൾ ബേബീസൊക്കെ വെച്ച് പോകുമ്പോൾ നിങ്ങൾ ബേബി ഫ്രണ്ട്ലി റൈഡ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അധികം സ്പീഡൊന്നും പോവാതെ മിനിമം സ്പീഡിൽ പോകുക. അപ്പം ബേബീസും നല്ല കംഫർട്ടായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് വരും. അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാനും ഇനി കുറച്ച് സ്നേഹപ്രകടനമാവാമെന്ന് വിചാരിച്ചു. സ്നേഹപ്രകടനമൊന്നുമല്ല, നമ്മളിനി കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കുകയാണ്. പിന്നെ അവന് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയത് ഉമ്മയുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ തന്നെയാണ് കെട്ടിപ്പിടിച്ചിരുത്തിയിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായി. കാറ്റടിച്ചപ്പം നല്ല ഉറക്കമായി. പിന്നെ ഇവിടെ ഇപ്പോൾ 4:30 ആകുമ്പം സൺസെറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ബോട്ടിലിരുന്ന് നടുക്കടലിലിരുന്നൊരു സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റി കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പോയപ്പോൾ ഒരുപാട് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് കണ്ടു. എല്ലാം നിർത്തിയിട്ടേക്കാണ്. 2-3 കണ്ടു കേട്ടോ. അതിൽ മിക്കതും നിർത്തിയിട്ടേക്കാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടോ, ഇത് നിർത്തിയിട്ടേക്കാണ് ഫ്ലൈറ്റ്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ സത്യം വിചാരിച്ചു മൂവ് ചെയ്യുന്നതായിരിക്കും എന്നാണ്, പക്ഷേ അത് വാപ്പയാണ് പറഞ്ഞില്ല, നിർത്തിയിട്ടേക്കാണ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2-3 കണ്ടു. അങ്ങനെ അപ്പം സൺസെറ്റ് കാണാനും ഒരു രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ സൺസെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ ഖത്തറിലൊക്കെ വരുമ്പോൾ എല്ലാവരും ബോട്ട് റൈഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവുക, അത്രയേ ഉള്ളൂ പറയാം. ഇത് കണ്ടെയ്നർ സ്റ്റേഡിയമാണേ. നല്ല ബ്യൂട്ടിഫുൾ കളർഫുള്ളായിട്ടുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുള്ള മഞ്ഞയും പച്ചയും ചുവപ്പും ഒക്കെ ഉള്ള ഒരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയം 974 എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞു. ഇനി സെയ്തൂണിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലോട്ടാണ് പോയത്. നാഷണൽ ഡേയുടെ അടുത്ത ദിവസമായത് കാരണം ബിൽഡിങ്ങിലൊക്കെ ഇപ്പോഴും നാഷണൽ ഡേയുടെ ആ ഒരു ലൈറ്റും ഫ്ലാഗിൻ്റെയൊക്കെ ഖത്തർ ഫ്ലാഗിൻ്റെയൊക്കെ ലൈറ്റും കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ എല്ലാവരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കോമൻറ്റും ചെയ്യണം. നിങ്ങൾ അതുപോലെ ബോട്ട് റൈഡൊക്കെ പോയിട്ടുണ്ടോ ഇല്ലയെന്നും കൂടെ മെൻഷൻ ചെയ്തോ. പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നും കൂടെ പറയുക. അടുത്തൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.